നമസ്കാരം. ഈ ലക്കത്തെ ഗ്രഹലക്ഷ്മി മാഗസിൻ വളരെ സ്പെഷ്യലാണ് കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ബഹുമാന്യനായ ശ്രീ മോഹൻലാൽ, നമ്മുടെ എല്ലാം ലാലേട്ടൻ, ഓഷോയെക്കുറിച്ച് എഴുതുന്ന പങ്ക്തി തുടങ്ങുകയാണ്. ഉള്ളം തൊട്ട ഉറവ എന്നാണ് പങ്ക്തിയുടെ പേര്. 2 പേജിലായിട്ടാണ് ഇത്തവണ അതിൻ്റെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. പക്ഷേ വളരെ മനോഹരമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇന്ന് പല സെലിബ്രിറ്റീസും ഈ കഴിഞ്ഞ ദിവസം തന്നെ ശോഭന മാഡത്തിൻ്റെ വീട്ടിലെ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അവരുടെ പുസ്തകശേഖരം അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് കൂടെയുള്ള ലേഡിക്ക്. അപ്പോൾ അതിനകത്ത് അവരെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഓഷോയുടെ ധാരാളം പുസ്തകങ്ങളും എൻ്റെ ഈ ഷെൽഫിലുണ്ട് എന്നുള്ള കാര്യം അവരെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ്, മലയാളികളായ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവർ ഓഷോയെ അംഗീകരിച്ച് കൊണ്ടുള്ള തുറന്നു പറച്ചിലുകൾ നടത്തുമ്പം ഓഷോയെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ലാലേട്ടനൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ അത് വലിയ സന്തോഷമാണ്. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓഷോയുടെ മരണത്തെക്കുറിച്ച് മലയാള പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം വന്നു. അതിൻ്റെ ഒരു ഫോട്ടോ, ഏത് പത്രമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. 1990 ജനുവരി 19 ഓഷോയുടെ മഹാസമാധി. ആ റിപ്പോർട്ട് വന്നത് ഇങ്ങനെയാണ്: സ്വതന്ത്ര രതിയുടെ സുവിശേഷവുമായി ലോകമെമ്പാടും സഞ്ചരിച്ച കുപ്രസിദ്ധ താന്ത്രികാചാര്യൻ ഓഷോ രജനീഷ് നിര്യാതനായി. സ്വയം പ്രഖ്യാപിത ഭഗവാൻ ആയിരുന്ന അദ്ദേഹം ദീർഘനാളായിട്ട് കിടപ്പിലായിരുന്നു അത്രേ എന്നുള്ള രീതിയിൽ തീർത്തും വിലമതിക്കാത്ത ഒരു വ്യക്തിത്വത്തെ എങ്ങനെ, എന്നാൽ ജനശ്രദ്ധ കിട്ടിയാൽ വിലമതിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ മരണത്തെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമോ ആ രീതിയിലാണ് റിപ്പോർട്ട് വന്നത്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മളുടെ എല്ലാം ഒരുപാട് വർഷത്തെ സത്യ അന്വേഷണത്തിൻ്റെ ദാഹത്തെ ശമിപ്പിച്ച് തൃപ്തി വരുത്തിയ എന്താ പറയുക, സാക്ഷാത്കാരത്തിൻ്റെ ആ മനോഹര പുഷ്പത്തെ ഇങ്ങനെയാണല്ലോ പത്രങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്നോർത്ത് ഞാൻ വിഷമിച്ചു. പിന്നീട് 1-2 ഓഷോ ക്യാമ്പുകളിൽ വെച്ച് 1990-കളിൽ തന്നെ ഓഷോ ദർശനങ്ങളുമായിട്ട് പരിചയത്തിലായ കാഞ്ഞങ്ങാട്ടുള്ള രാധാകൃഷ്ണേട്ടനും ശ്രീ രാജഗോപാൽ ചൈത്രം ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ഓഷോയുടെ പുസ്തകങ്ങളൊക്കെ വളരെ ദുർലഭമായിരുന്നു കേരളത്തിൽ എന്നവർ പറയുകയുണ്ടായി. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഓഷോയെ ആ സമയത്ത് ആളുകൾ കുറച്ചൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ച് മനസ്സിലാക്കിയിരുന്നു, പ്രത്യേകിച്ച് പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ ഫോറിനേഴ്സൊക്കെ മനസ്സിലാക്കിയിരുന്നു. എങ്കിലും കേരളത്തിൽ അദ്ദേഹത്തിന് തീർത്തും സ്വീകാര്യത ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞു എന്നോട്. ഓഷോയുടെ പുസ്തകങ്ങളുടെ ഒരു പരിഭാഷയ്ക്കൊക്കെ വേണ്ടി ഒരുപാട് അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർ പറഞ്ഞു. ആ പരിഭാഷകൾ, കിട്ടിയ പരിഭാഷകളും ഒരു എന്താ പറയുക തൃപ്തികരമായ രീതിയിലുള്ള പരിഭാഷ ആയിരുന്നില്ല. പിന്നെ സൈലൻസ് പബ്ലിക്കേഷൻസ് ആണ് ഈ രംഗത്തോട്ട് കടന്നു വരികയും സ്തുത്യർഹമായ രീതിയിലുള്ള സേവനം നമുക്ക് വേണ്ടി അവർ കാഴ്ചവെക്കുകയും ചെയ്തു. ധാരാളം മനോഹരമായ ഓഷോ പുസ്തകങ്ങൾ സൈലൻസിലൂടെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അന്ന് എന്താണ് ഓഷോ ദർശനം എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പം ജീവിവർഗത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ ലൈംഗികതയെക്കുറിച്ച് ഒരു ആധ്യാത്മിക സന്യാസി തുറന്നു സംസാരിക്കുന്നത് അന്നത്തെ പാരമ്പര്യമായ ഒരു ആത്മീയവാദികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഓഷോ പക്ഷെ അതിനെപ്പറ്റി എല്ലാം തുറന്നു സംസാരിച്ച് എന്താണ് ലൈംഗികതയുടെ ആകർഷണീയത, എന്തുകൊണ്ടാണ് ജനങ്ങൾ എപ്പോഴും ഈ സെക്സിന് വേണ്ടി ഇത്ര അധികം ആർത്തി പിടിക്കുന്നത്, അതിനെ എങ്ങനെ പരിവർത്തനപ്പെടുത്തിയെടുക്കാം, അത് എന്താണെന്ന് മനസ്സിലാക്കി സാക്ഷി ധ്യാനാത്മകമായി അതിനെ സമീപിച്ചുകൊണ്ട് അതിനെ പരിവർത്തനപ്പെടുത്തിയെടുക്കുന്ന കാര്യമാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ലൈംഗികതയെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ പേര് തന്നെ ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നെസ് എന്നാണ്, ലൈംഗികതയിൽ നിന്നും അതിബോധത്തിലേക്ക്. ആ മനോഹരമായ പുസ്തകം വായിച്ചിട്ടുള്ള ആരും അദ്ദേഹവുമായിട്ട് പ്രണയത്തിലായി പോകത്തേയുള്ളൂ. അദ്ദേഹത്തെ ബഹുമാനത്തോടെ, ആരാധനയോടെ, ഭക്തിയോടുകൂടി മാത്രമേ എനിക്കൊക്കെ ഓഷോയെ പറ്റി ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് കേരളത്തിൽ മലയാളികളുടെ പ്രിയങ്കരനായ മഹാനായ കലാകാരൻ ലാലേട്ടൻ താൻ ഓഷോയുമായി പ്രണയത്തിലാണ് എന്നുള്ള കാര്യം യാതൊരു മടിയും കൂടാതെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓഷോയുടെ ദർശനങ്ങളെ കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ അവിടെ സംസാരിച്ചിട്ടുള്ളത്. ഓഷോയുടെ ദർശനത്തിന്റെ അടിസ്ഥാനമായ ധ്യാനത്തിന്റെ ആ സവിശേഷത അത് ആഴത്തിലുള്ള മൗനമാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ആഴത്തിലുള്ള മൗനം.
ആ മൗനം നിങ്ങളെ ഏകാന്തതയിലെത്തിക്കും. ആ ഏകാന്തതയുമായി പ്രണയത്തിലാവാനാണ് ഓഷോ പഠിപ്പിക്കുന്നത്. സാധാരണയായിട്ട് മൗനവും ഏകാന്തതയും ഒക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് സാധാരണക്കാർക്ക് തോന്നാറ്. മൗനമായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്തോ അസ്വസ്ഥത പോലെ. അതുപോലെ ഏകാന്തതയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായ, ഇഷ്ടപ്പെടാത്തൊരവസ്ഥയായിട്ടാണ് സാധാരണ ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ ധ്യാനത്തിൻ്റെ സവിശേഷത അത് ആഴത്തിലുള്ള മൗനം. ആ മൗനം നിങ്ങളെ ഏകാന്തതയിൽ എത്തിക്കും. ആ ഏകാന്തതയുമായി പ്രണയത്തിലാകാനാണ് ഓഷോ പഠിപ്പിക്കുന്നതെന്ന് ലാലേട്ടൻ പറയുന്നു. ഇപ്പം ലാലേട്ടനെ പോലെയുള്ള ആളുകൾ ഒരിക്കലും ഒറ്റപ്പെട്ട അവസ്ഥയിലല്ല അല്ലെങ്കിൽ ഏകാന്തതയിലല്ല എന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മൗനത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് നമ്മൾ ധരിക്കുക. സെലിബ്രിറ്റികൾ അവരൊരിക്കലും ഏകാന്തതയിലോ മൗനത്തിലോ ആയിരിക്കില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഒരു സെലിബ്രിറ്റിയുടെ ജീവിതം എങ്ങനെ ഏകാന്തമായിരിക്കുന്നു, എങ്ങനെ മൗനത്തിലായി പോകുന്നു എന്നുള്ള കാര്യം ലാലേട്ടൻ ഇവിടെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയ കാലഘട്ടം 45-ലധികം വർഷങ്ങളായി താൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ടെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ആ സമയത്തുള്ള അലച്ചിലുകളുടെ കാലമായിരുന്നു. എത്രയോ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്നു, ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ, എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ രാപലുകൾ. എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണനകളും കിട്ടാത്ത, ഞാൻ ആരുമാകാത്ത ആ കാലഘട്ടം, അജ്ഞാതനായി നടക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിച്ച ദിവസങ്ങൾ. അപ്പോഴെല്ലാം ആൾക്കൂട്ടത്തിൻ്റെ നടുവിലായിരുന്നു ഞാൻ. അന്നെല്ലാം ഷൂട്ടിംഗ് അങ്ങനെ തന്നെയാണ്. അന്നെല്ലാം ഷൂട്ടിംഗ് അങ്ങനെ തന്നെയാണ്. സൗഹൃദങ്ങൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാലഘട്ടം അദ്ദേഹം വിശദീകരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, അഭിനയ ജീവിതം തെളിഞ്ഞു തുടങ്ങി, തിരക്ക് പിടിച്ചതായി, പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് ഞാൻ കയറിപ്പോയി. കാലം എന്നെ കയറ്റിയിരുത്തി, പ്രേക്ഷകർ എന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചു. എൻ്റെ പൊതുജീവിതത്തിന് ഞാൻ പോലും അറിയാതെ നിയന്ത്രണങ്ങളും നിബന്ധനകളും നിർബന്ധമായി വന്നു. ആൾക്കൂട്ടത്തിൽ എൻ്റെ ജീവിതകാലം കഴിഞ്ഞു. പതുക്കെ ഞാൻ തനിച്ചാകാൻ തുടങ്ങി. ഈ അവസ്ഥ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. തുടക്കത്തിൽ ഒറ്റയ്ക്കിരിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന തോന്നലുണ്ടാവും. ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് കൂട്ടിലടച്ചതുപോലെ എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു തുടങ്ങി. അത് ഇപ്പോൾ അതിൻ്റെ പാരമ്യ അവസ്ഥയിൽ തുടരുന്നു. സെലിബ്രിറ്റികളുടെ ജീവിതത്തിലെ ആ ഒരു ഏകാന്തതയുടെ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടുത്തിയ സമയത്ത് ഞാൻ ഓഷോയെ വായിച്ചും കേട്ടും തുടങ്ങി. ഓഷോ വലിയ വ്യാപ്തിയിൽ തന്നെ മൗനം, ഏകാന്തത, ഒറ്റപ്പെടൽ എന്നിവയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. ഓഷോയുടെ ദർശനത്തെ അടിസ്ഥാനമായ ധ്യാനത്തിൻ്റെ ആ സവിശേഷത തന്നെ ആഴത്തിലുള്ള മൗനമാണ്. ഈ അവസരത്തിലാണ് അമ്മയുടെ ഗർഭപാത്രത്തിലെ ഏകാന്തതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഗർഭപാത്രം കുഞ്ഞിന് ആവശ്യമായ താപനില ഒരുക്കുന്നു. അമ്മയ്ക്ക് തണുത്താലും അത് കുഞ്ഞിനെ ബാധിക്കുന്നില്ല. ആശങ്കകളോ ആകുലതകളോ ഇല്ലാതെ, ഉത്തരവാദിത്തങ്ങളും ഇല്ലാതെ ഏകാഗിയായ കുഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ. അടുത്തത് മരണത്തെക്കുറിച്ച് ഓഷോ പറയുന്ന കാര്യം, മരണത്തിലെ ഏകാന്തത. ജനിക്കുമ്പോഴെന്ന പോലെ മരിക്കുമ്പോഴും നിങ്ങൾ തനിച്ചാണ്. ആത്യന്തികമായി തനിച്ചാണ് ഈ ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാവരും യാത്രയാവുന്നത്. ഇപ്പോൾ മുൻപ് ഷൂട്ടിങ്ങുകളിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ക്യാരവാനുകളും തനിച്ചിരിക്കാനുള്ള ഇടങ്ങളും വന്നു. അതാരുടെയും കുറ്റമല്ല, സ്വഭാവ ദൂഷ്യവുമല്ല. സ്വകാര്യത പൂർണ്ണമായി ഹനിക്കപ്പെടുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഞാനടക്കം പലരും ക്യാരവാനിലേക്ക് മടങ്ങുന്നു. മിക്കപ്പോഴും അവിടെ ഞാൻ തനിച്ചായി ഇരിക്കും. അപ്പോൾ ആ ക്യാരവാൻ ഒരു ഗർഭപാത്രമായി സങ്കല്പിക്കുന്നു. അഭിനയത്തിൽ തന്നെ എത്രയോ ഏകാന്തതകൾ ഉൾച്ചേർന്നിരിക്കുന്നു. സംവിധായകൻ ആക്ഷൻ പറയുന്ന നിമിഷം മുതൽ ഓരോ അഭിനേതാവും തനിച്ചാണ്, തൻ്റെ മാത്രം ലോകത്താണ്. അത് ധ്യാനത്തോളം ഉയർന്ന അവസ്ഥയാണ്. നോക്കൂ, ഒറ്റപ്പെട്ടു പോകുന്ന, ഏകാന്തതയിലായി പോകുന്ന ആ അവസ്ഥകളെ മനോഹരമാക്കി തീർക്കുന്ന കലയുടെ പേരാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇത് ഓഷോ വളരെ ഭംഗിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ അറിയാമെങ്കിൽ ഏകാന്തതയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായ സമയം. ആ തനിച്ചിരിക്കുന്നതിനെ മനോഹരമാക്കി മാറ്റുന്ന ഒരു സുവർണ കലയുടെ പേരാണ് ധ്യാനം എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സഖാവ് സൈമൺ ബ്രിട്ടോ, കേരള രാഷ്ട്രീയത്തിലെ ജ്വലിക്കുന്ന ഒരു വിപ്ലവ നക്ഷത്രമായ സണ്ണ ബ്രിട്ടോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ നിലാവ് എന്നിവരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ ഒരു പഴയ മാഗസീനിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ
അദ്ദേഹത്തിൻ്റെ ഭാര്യ സീന ചേച്ചി സൈമൺ ബ്രിട്ടോയുടെ അവസാന കാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. സീന, ഈ ഏകാന്തത എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു, ചുമരുകളോട് സംസാരിച്ച് എനിക്ക് മതിയായിരിക്കുന്നു. അതുപോലെ തന്നെ KR ഗൗരിയമ്മയെ പോയി കണ്ട ആ സമയത്ത് KR ഗൗരിയമ്മയുടെ ഏകാന്തത വളരെയധികം എന്താ പറയുക, വളരെയധികം ഭീകരമായിരുന്നു എന്നാണ് സീന ചേച്ചി പറയുന്നത്. ഇപ്പം ഇതുപോലുള്ള വലിയ വലിയ ആളുകളെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല, എങ്കിലും ഓഷോ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ആസ്വദിക്കാൻ അറിയാമെങ്കിൽ ഏകാന്തതയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ. അപ്പം ആ മനോഹരമായ ധ്യാനത്തിൻ്റെ ആ തരംഗങ്ങളിലേക്ക് നമ്മളുടെ മുഴുവൻ അസ്തിത്വയും പരിവർത്തനപ്പെടുത്തിയെടുക്കുന്ന ആ മഹത്തായ കലയാണ് ഈ ഓഷോ എന്ന മഹാഗുരു നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിനെപ്പറ്റിയാണ് ലാലേട്ടൻ ഇവിടെ കൂടുതലും എഴുതിയിട്ടുള്ളത്. ആഴത്തിലുള്ള മൗനം നിങ്ങളെ ഏകാന്തതയിൽ എത്തിക്കും, ആ ഏകാന്തതയുമായി പ്രണയത്തിലാവാനാണ് ഓഷോ പഠിപ്പിക്കുന്നത്. എന്തായാലും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും മധുരമെന്നാണ് ആ ആർട്ടിക്കിളിൻ്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഒന്ന് വാങ്ങി വായിക്കണേ. ഓഷോയെ ഇഷ്ടമുള്ളവരും ഓഷോയെ അറിയാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും ലാലേട്ടൻ എന്താ പറയുന്നതെന്നൊന്ന് വാങ്ങി വായിച്ചു നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.